തെലങ്കാനയിലെ പേടപ്പള്ളി ജില്ലയിലുള്ള രാമഗിരി കോട്ടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനം ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വഴിയുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നിട്ടു. അവിടുന്ന് വീണ്ടും നടന്നാണ് വരുന്നത്. ഈ വഴിയിൽ ഇരുവശത്തും നിറയെ കുറ്റിച്ചെടികളുണ്ട്. മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടം ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയാണെന്നാണ്. സ്കൂൾ കോളേജ് കുട്ടികൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഗ്രാമവാസികൾ ഇതെല്ലാം ഇവിടുന്ന് പറിച്ചെടുത്ത് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. പടികളിലേക്ക് എത്തിയിരിക്കുന്നത് ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. അത്യാവശ്യം ബിസ്ക്കറ്റ്, തേങ്ങ എല്ലാം കിട്ടും. തേങ്ങ എന്തിനാന്ന് വെച്ചാൽ മുകളിലൊരു രാമക്ഷേത്രമുണ്ട്. രാമഗിരി എന്നാണല്ലോ കോട്ടയുടെ പേര്. അപ്പോൾ അതിനകത്ത് രാമക്ഷേത്രമുണ്ട്. അവിടെ ഉടക്കാനുള്ള തേങ്ങയൊക്കെ ഇവിടെ വിൽക്കും. 3 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമുക്ക് കയറാം. രാമൻ്റെ മലയായതുകൊണ്ട് തന്നെ കുരങ്ങുകളും പിന്നെ ധാരാളം പക്ഷികളും, ഇതല്ലാതെ മറ്റ് വന്യജീവികൾ, പാമ്പുകളെ പോലും ഞങ്ങൾക്കിവിടെ കാണാനായില്ല. ചെറിയൊരു കാടായതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്ന് കരുതുന്നു. നമ്മളേതാണ്ട് 217 പടികൾ മുകളിലേക്ക് കയറിയിരിക്കുന്നു. തൊട്ടാവാടി കാണാത്തവരില്ലല്ലോ. തൊട്ടാവാടി പക്ഷേ ചെറിയ ചെടിയായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അതായത് നോക്ക്, ഒരാൾ പൊക്കത്തിൽ അല്ലെങ്കിൽ അതിലും പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന തൊട്ടാവാടി. ഇത് തീർത്തും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കോട്ടയാണെന്ന് ഉറപ്പാണ്. കാരണം ഇവിടെ ക്യാമറയ്ക്ക് ടിക്കറ്റില്ല, എൻട്രി പാസില്ല. ഈ കാടിനുള്ളിലെ വഴി കൂടെ നടന്നങ്ങ് കയറിയാൽ മതി. ഇപ്പം ഞങ്ങൾ ഏതാണ്ട് 358 പടികൾ കയറി ഒരു സമനിരപ്പായ ഭാഗത്തെത്തിയിരിക്കുകയാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഹനുമാൻ ക്ഷേത്രമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരു അടയാളം. നടക്കാം ഇനി.
നമ്മളിപ്പോൾ 1 കിലോമീറ്റർ കയറി വന്നു കഴിഞ്ഞിരിക്കുന്നു. 1 കിലോമീറ്ററിലാണ് ഹനുമാൻ ക്ഷേത്രമുള്ളത്. അത് പറയാൻ മറന്നുപോയി. വനവാസകാലത്ത് രാമനും സീതയും ഈ മലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് രാമഗിരി എന്ന പേര് ഈ പ്രദേശത്തിന് വീണിരിക്കുന്നത്. ഈ കോട്ടയുടെയും പേര് രാമഗിരി എന്ന് തന്നെയാണ്. രാമഗിരി കോട്ടയുടെ ചരിത്രം ഏതാണ്ട് മുൻ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഭോങ്കിർ കോട്ടയിലെ പോലെ തന്നെയാണ്. കാക്കാതീയ രാജവംശം 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി 1518 മുതൽ 1687 വരെ കുത്തബ് ഷാഹി രാജാക്കന്മാർ കൈവശം വെച്ചു. 1791 കോട്ട ബ്രിട്ടീഷുകാർ കൈയടക്കിയിട്ടുണ്ട്. രാമഗിരി മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വളരെ ചെറിയ മരങ്ങളാണ് ഇതിന് മുകളിലുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെമ്മണ്ണായതുകൊണ്ട് മരങ്ങൾ വലുതാകും. ഇത് ഈ പാറപ്പുറത്ത് മരങ്ങൾക്ക് പിടിക്കാവുന്നൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉയരം കുറഞ്ഞ മരങ്ങളാണ്. ഒരു 2 ആൾ പൊക്കം, അതിൽ കൂടുതലില്ല. നമ്മളെ അഗസ്ത്യമല ഉണ്ടല്ലോ, അഗസ്ത്യമലയിൽ ഇതുപോലെ പൊക്കം കുറഞ്ഞ മരങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യം തന്നെ ഉണ്ട്. അഗസ്ത്യമുനി പൊക്കം കുറഞ്ഞ ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയോ എന്തോ മറ്റോ മലയുടെ മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയുള്ള മരങ്ങൾക്ക് പൊക്കം കുറവ് എന്ന് പറഞ്ഞിട്ട് ഒരു നിഗമനവും കഥയൊക്കെ ഉണ്ട്. ഏതാണ്ട് അതുപോലെയാണ് ഇവിടെയും. പൊക്കം കുറഞ്ഞ മരങ്ങളാണ് മുഴുവനും. ഈ പാറകൾക്ക് കീഴായിട്ടാണ് രാമക്ഷേത്രം ഉള്ളത്. ഭക്തരെല്ലാം ഈ വഴിക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു വഴി തിരിഞ്ഞു പോയാലാണ് കോട്ടയുടെ ഭാഗങ്ങളിലെത്തി.
രാമക്ഷേത്രം ഇരിക്കുന്നത് ആ പാറയ്ക്ക് താഴെയാണ്. അവിടെ നിന്ന് താഴേക്കുള്ള ദൃശ്യമാണിത്. മനോഹരമാണ് മേഘദൃശ്യങ്ങൾ. അത് കണ്ടിട്ടാകണം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കഥകൾ ഇവിടെയുണ്ട്. കാളിദാസന് മേഘസന്ദേശം എഴുതാൻ പ്രചോദനമായത് ഇവിടെ വന്നതുകൊണ്ടാണെന്നൊക്കെ കഥകളുണ്ട്. മുത്തശ്ശി കഥകളും നമ്മൾ ഇതിനിടയിൽ ചിലത് കേൾക്കേണ്ടതുണ്ടല്ലോ. നമ്മളിപ്പോൾ ഏകദേശം 1000 പടികൾക്ക് മുകളിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ രാമക്ഷേത്രത്തിലെത്താം. വലത്തേക്ക് തിരിഞ്ഞ് വീണ്ടും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കോട്ടയിലേക്കുള്ള വഴികളാണ്. ഇവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. കയ്യിലുള്ള വെള്ളം തീർന്നു. വെള്ളമില്ലാതെ വരരുത്. ഒരു കുപ്പി വെള്ളമൊന്നും പോരാ. തീർച്ചയായിട്ടും അധികം വെള്ളം എടുത്തിട്ട് വേണം വരാൻ. തൽക്കാലം ഈ അരുവിയിലെ വെള്ളം ഞാൻ മുകളിൽ ചെന്നിട്ട് എടുത്തിട്ടുണ്ട്. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല എന്നുള്ള സങ്കല്പം വെച്ചാണ് എടുത്തിരിക്കുന്നത്. വേറെ ഒരു നിവൃത്തിയില്ല വെള്ളം. ക്ഷേത്രത്തിലേക്കുള്ള വഴി അങ്ങോട്ടാണ്. ഭക്തരെല്ലാം ആ വഴിക്ക് പോയി. ഇതാണ് കോട്ടയിലേക്കുള്ള വഴി. ഇങ്ങോട്ട് ആരും പോകുന്നതായിട്ട് കണ്ടില്ല. കുറച്ചധികം ദൂരമുണ്ടെന്നാണ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾ നടക്കുകയാണ്. കയ്യിൽ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. ചിലപ്പോൾ പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് ഒരിക്കലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ കുറച്ച് ദൂരമെങ്കിലും പോയി നോക്കുകയാണ്. ഇത്രയും ദൂരം കയറി വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, രാമഗിരി കോട്ട രാമഗിരി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ രാമഗിരി കോട്ടയിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ഒരു ട്രെക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ്. സാഹസികരായിട്ടുള്ളവരുണ്ടെങ്കിൽ 3-4 കിലോമീറ്റർ മുകളിലേക്ക് കയറാൻ പറ്റും. അവിടെ ഒരു അരുവിയുണ്ട്. അതിൽ കുളിക്കാം, ഫ്രഷാകാം. വീണ്ടും അങ്ങോട്ടുള്ളത് കാടാണ്, കോട്ടയിലേക്കുള്ള ഭാഗം. ആ കാട്ടിലൂടെ വെട്ടിത്തെളിച്ച് മുന്നേറി അങ്ങോട്ട് പോയി ആ കോട്ട മുഴുവൻ കണ്ടിട്ട് വരാൻ തയ്യാറായിട്ടുള്ള സാഹസികരായിട്ടുള്ള ട്രെക്കേഴ്സിന് പറ്റിയ ഒരു ഗംഭീര സ്ഥലമാണ് രാമഗിരി. ഞാൻ അമ്പലത്തിൽ നിന്നും മുകളിൽ കോട്ടയിലേക്ക് പോകുന്ന ഏറ്റവും ഉയർന്ന പാറയിലേക്ക് കയറി വന്നു. അവിടെ ഇപ്പോൾ നാട്ടുകാർ 2-3 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു തെലുങ്കിലാണ് പറഞ്ഞതെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനിയും ഒരു 6 കിലോമീറ്ററെങ്കിലും മലയെ ചുറ്റി പോയാൽ മാത്രമേ കോട്ടയിലേക്ക് എത്തുള്ളൂ. അത് മാത്രമല്ല, അങ്ങോട്ടാരും പോകാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ഉള്ളതുപോലെയല്ല, നടക്കുന്ന വഴി അല്ലാത്തതുകൊണ്ട് അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് കോട്ടയുടെ ചില കൊത്തളങ്ങൾ ഇവിടുന്ന് കാണാം. ആ ദൃശ്യങ്ങൾ മാത്രം കണ്ട് തൽക്കാലം രാമഗിരി കോട്ടയിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഫോറസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും സഹായത്തോടെയോ പിന്നീട് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾക്ക് കോട്ടയുടെ അറ്റം വരെ പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെ മറ്റൊരു തെലുങ്ക് സഹൃദയൻ്റെ ഡ്രോൺ ഷോട്ടുകൾ സംഘടിപ്പിച്ച് ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിനുള്ളതാണ്. കാണികൾക്ക് കുറച്ചെങ്കിലും കോട്ടയുടെ ഒരു ഭംഗി മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നും സംഘടിപ്പിച്ച ഒരു ഷോട്ടാണത്.
ഇത് ഏറ്റവും ബുദ്ധിമുട്ട് ഇതുവരെ കയറിയതിൽ ഏറ്റവും ബുദ്ധിമുട്ടി കയറിയ ഒരു കോട്ടയാണ്. എന്നിട്ടും ആ കോട്ടയുടെ പരിസരത്തേക്ക് ചെല്ലാൻ നമുക്ക് പറ്റിയില്ല. ഇനി മറ്റേതെങ്കിലും വശത്തിൽ നിന്ന് കോട്ടയിലേക്ക് നേരിട്ട് പ്രവേശനം കുറേ കൂടി എളുപ്പമുള്ളതുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് നമ്മൾ പരിശോധിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് മടങ്ങാനേ നിർവാഹമുള്ളൂ. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും